ഹലോ ഹായ് അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പെരുന്നാൾക്കത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ടിപ്പോൾ ഒരാഴ്ച ആയി തുടങ്ങി തോന്നുന്നു. ഇപ്പോഴാട്ടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പെരുന്നാൾക്ക് ഉണ്ടാക്കിയത് മന്തിയും അടപ്പായസം. എൻ്റെ അടപ്പായസത്തിനും മന്തിക്കും കുറച്ച് ഫാൻസ് ഉണ്ട് എൻ്റെ വീട്ടിലും എൻ്റെ അടുത്തും എല്ലായിടത്തോട്ടാണ്. അപ്പം ഞാൻ അധികം പെരുന്നാൾക്ക് അടപ്പായസം ഉണ്ടാക്കൽ. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ റൈസൊക്കെ ഇട്ട് വെന്തപ്പോൾ ഊറ്റിയെടുക്കണം കേട്ടോ. ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അത് നിങ്ങൾ പോയി ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അടിപൊളി ടേസ്റ്റി മന്തി നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ അതേമാതിരി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുള്ള മന്തി നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ചിക്കന് ഞാൻ ആദ്യം തന്നെ ഗ്യാസ് സ്റ്റൗവിൽ അതിനല്ലേ സംഭവങ്ങൾ മന്തി ഉണ്ടാക്കേണ്ട സംഭവങ്ങളിട്ട് ഞാൻ സെറ്റാക്കിയെന്ന് ഞാനതിനെ മേലേക്ക് ഞാൻ ദമ്മിടുകയാണ് കേട്ടോ. ചോറിട്ടിട്ട് പിന്നെ ഞാൻ നമ്മളെ ബിരിയാണി ദമ്മിടുന്ന മാതിരി ദമ്മിടും. അപ്പോൾ ഒന്നും കൂടി ഉസാറാവും. റൈസൊക്കെ വേറെ വേറെ ഇട്ട് നിൽക്കും. അപ്പോൾ അടിപൊളി മന്തിക്കാരം. പിന്നെ സനുമോള് അങ്ങേപ്പുറത്തെ കുക്കിംഗ് ഏറ്റെടുത്തേക്കണേ. അടിച്ച് വാരൽ, തുടക്കൽ, പിന്നെ ബെഡ്ഷീറ്റ്, പുതിയ ബെഡ്ഷീറ്റ് ഇടാൻ വിചാരിച്ച് കണ്ട് കോസടി വാങ്ങിക്കണം പുതിയത് പെരുന്നാൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവളവിടെ ചെയ്യണ്ട. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കി. ക്ലീനിങ് ആ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മൂന്നാളും കുളിച്ച് ഞങ്ങൾ പെരുന്നാൾ നിസ്കരിക്കുകയാണ്. എൻ്റെ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ പള്ളിയിൽ നിന്ന് തിന്നിട്ടോ. എൻ്റെ മൂതച്ചങ്ങാക്കിൻ്റെ മക്കളും ഇളച്ചൻ്റെ മോനും താത്താൻ്റെ കുട്ടികളും അവർ പിന്നെ അടുത്താണ്. ഒരു നല്ലൊരു ഈദ് മുബാറക്ക് പറയടോ. പോലും നല്ല ഞാൻ ഈദ് മുബാറക്ക് പറഞ്ഞ പോലും കുറവ്. അങ്ങനെ ഞാൻ നല്ലൊരു ഈദ് മുബാറക്ക് പറയടോ. എല്ലാരും ഇരിക്കും. അങ്ങനെ മന്തിൻ്റെ ദമ്മൊക്കെ പൊട്ടിച്ച് ഞങ്ങളെല്ലാവരും കൂടി മന്തി കഴിച്ചിട്ട് ഞാനും മക്കളും ഏടത്തിൻ്റെ മക്കളും എല്ലാവരും കൂടി വർത്താനും ഉഷാറൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ തറവാട്ടിലേക്ക് പോകണം. ഞാനും മടുത്തേക്ക്
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തറവാട്ടിലേക്ക് പോവാണ്ട്. അങ്ങനെ തറവാട്ടിലെത്തിയ പാട് ഇളച്ചനെ കുട്ടി ഞങ്ങളോട് ഈദ് മുബാറക്ക് പറയാണ്. ഞാനും തിരിച്ച് അവനോട് ഈദ് മുബാറക്ക് പറഞ്ഞ് ഒരക്കൊക്കെ ചെയ്ത് ഒരു കിസ്സൊക്കെ കൊടുത്ത്, എന്നിട്ട് അത് മോന് ഉമ്മക്ക് കൊടുത്തിട്ട് അവന് കൂട്ടി പിടിച്ച് കൊടുത്ത്, അതിൻ്റെ ശേഷം അവന് മൂത്തമ്മക്ക് ഷെയ്ക്കനൊക്കെ കൊടുത്ത് ഒരു കിസ്സൊക്കെ കൊടുത്ത്, പിന്നെ അവൻ്റെ ഇമ്മമ്മക്ക്. അപ്പോൾ തന്നെ ഇളച്ചി പായസമായിട്ട് വന്നിരുന്നിട്ട് ഞാനും മുത്തശ്ശി താത്തി ഒപ്പാണ് എത്തിയത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പായസമൊക്കെ കുടിച്ചാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഓരോന്നോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് സർപ്രൈസായിട്ട് തന്നെയാണ് ആ ഗിഫ്റ്റ് തന്നത്. ഞാൻ ഒരു വീട് കിട്ടിയെന്നല്ലോ ഇക്ക തന്ന സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല, എനിക്ക് അങ്ങനെ തന്നതാണെന്ന് അവരോട് അങ്ങനെ പറയുന്നിട്ടാ. അതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ ഇക്കാൻ്റെ അമ്മായിക്കാക്കയും മക്കളും എല്ലാവരും കൂടി വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ അവർക്ക് പായസമൊക്കെ കൊടുത്തു. ഒരു കുറേ വേണ്ട കേട്ടോ, എല്ലായിടത്തൊന്നും കുടിച്ചതാണ്, ഫുഡൊന്നും വേണ്ട പായസം വേണ്ട. അത് പറഞ്ഞാൽ പറ്റൂല, കുടിച്ചേ പറ്റൂല. പായസം കുടിപ്പിച്ചു. ഒത്തിരി ചോറും ഫുഡ് ബിരിയാണി ഉണ്ട് തറവാട്ടിൽ, ചിക്കൻ ബിരിയാണിന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ കൊടുത്തു. അങ്ങനെ അവർ ഫുഡ് കഴിക്കാണ്. കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ വെച്ചിട്ട്. അതിന് ശേഷം ചേർത്തത് വന്നിരിക്കണം എൻ്റെ വീട്ടിൽ. എൻ്റെ വീട്ടിൽ ഒന്നാം പെരുന്നാൾക്ക് രാത്രി കേട്ട പരിപാടി. പോകുന്നു. ആ ഗേറ്റ് പോയി തുറക്ക് മോളെ. ലൈറ്റ് ഇട്ട മോളെ. വീട്ടിൽ മന്തി പായസം, സേമിയ പായസം. അവിടുന്ന് ഒരു ഗ്ലാസ് പായസം കുടിച്ചു. പെരുന്നാളല്ലേ, കുറച്ച് കുടിച്ചിട്ട് ഒരു ഗ്ലാസ് കുടിച്ചിട്ടില്ല. അങ്ങനെ ഫുഡ് വിളമ്പി. ഫുഡ് സത്യം പറയാലോ മന്തിയുടെ ടേസ്റ്റ്, പക്ഷേ വേഗം മന്തി നല്ല സുഖമുണ്ട് തിന്നാൻ, കുറച്ച് ചമച്ചാൽ മതി. അങ്ങനെ ആദ്യം ആണുങ്ങൾ കൊടുത്തേക്ക് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ നമ്മളത് ബേബി പായസ കുട്ടി തന്നെ കേട്ടോ. അപ്പോൾ ഇത്ര കൊട്ടുള്ള നമ്മളെ പെരുന്നാൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.